കിഡു കിഡിലൻ കിഡിലോസ്കി അതാണ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി. പക്ഷെ എൻ്റെ പൊന്നടവേ നമ്മൾ കണ്ടിട്ടാ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ത്രില്ലർ മച്ചാനെ, ത്രില്ലർ. ഒരു നല്ലൊരു സിനിമയാണ്. ആൻഡ് പൊളെ സൂപ്പറായിട്ടുണ്ട്, കിടുക്കുണ്ട്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ സർക്കിൾ ഇൻസ്പെക്ടർ ഹരിശങ്കറായിട്ടാണ് മിന്നിയൊക്കെയാണ്. അടിപ്പൻ പടം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനിമക്ക് നല്ലൊരു തിരക്കഥയുണ്ട് കേട്ടോ. നല്ലൊരു തിരക്കഥയുണ്ട്, നട്ടലുള്ളൊരു തിരക്കഥയുണ്ട്. ഷാഹിൽ കബീറാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അടിപൊളി മച്ചാനെ, സൂപ്പറാക്കി കളഞ്ഞു. സൂപ്പർ സൂപ്പർ സൂപ്പർ. അദ്ദേഹം ഇലവീഴ പൂഞ്ചിറ, നായാട്ട്, അതുപോലെ തന്നെ ജോസഫ് എന്നീ ചിത്രങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തിരക്കഥ ഒരുക്കി നമ്മൾ കണ്ടിട്ട് പോലീസ് വേഷങ്ങൾ എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ വെള്ളിത്തിരയിൽ അത് ഒരുക്കണം എന്നൊക്കെ കുറിച്ചുള്ള അതിബുദ്ധിമാനായിട്ടുള്ള ഒരു തിരക്കഥാകൃത്താണ്. അപ്പൊ ഈ സിനിമയും അദ്ദേഹം സൂപ്പറാക്കി മാറ്റിയേക്കാണ്. നല്ല നട്ടലുള്ള ഒരു തിരക്കഥയുണ്ട് ഈ ചിത്രത്തിന്. ഓഫീസർ ആൻഡ് ഡ്യൂട്ടി. ഹരിശങ്കറിന്റെ ഭാര്യയായിട്ട് പ്രിയാമണി അഭിനയിക്കുന്ന ഗീത എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തെയാണ് പ്രിയാമണി ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ കഥ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഒരു മുക്കുപണ്ട പണയം വെച്ചൊരു കേസ് തന്നെയുണ്ട്. ആ കേസിനെ തുടർന്ന് ഇങ്ങനെ വള്ളി പിടിച്ച ഒറ്റ പോക്കാണ്ട് പോയിട്ട് പിന്നെ നമ്മുടെ ഹരിശങ്കർ വാശിയുടെ കാര്യത്തിൽ പുള്ളി പിന്നോക്കം പോണ ആളല്ല, പിന്നെ വെച്ച് കയറി പോകണം. പടം നമ്മളെ വലിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ്. പോക്കെന്ന് പറഞ്ഞ പിന്നെ പടത്തിന്ന് നമുക്ക് ഒരു ലാഗൊന്നും തോന്നൂല, ഒരു മടുപ്പ് തോന്നൂല, ഒന്നും തോന്നൂല. അടിപൊളിയായിട്ട് ആ പടത്തിൽ നമ്മൾ ശരിക്കും മുഴുകി നിൽക്കുകയാണ്. അടിപൊളി നല്ല സിനിമയാണ്, സൂപ്പറാണ്. ഇതില് പശ്ചാത്തല സംഗീതമൊക്കെ ഒരുക്കിയിട്ടുള്ള ജെക്സ് ബിജോയാണ്. എൻ്റെ പൊന്നോ മച്ചാൻ, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലാണ് ഏറ്റെടുത്തിട്ടാണ് തീയിട്ട് കത്തിച്ചേക്കാണ് അങ്ങോട്ട്. എന്താ ക്വാളിറ്റി എന്ന് അറിയാമോ, അടിപൊളിയാക്കിയുണ്ട്, സൂപ്പർ ആക്കിയുണ്ട്. മച്ചാന്റെ ക്വാളിറ്റി തന്നെ. അതിൽ വേറൊരു വിട്ടുവീഴ്ചയും പറയാനില്ല. പിന്നെ ഇതില് ക്രിസ്റ്റി സാവിയോ എന്ന് പറഞ്ഞൊരു വില്ലൻ കടന്നു തന്നെയുണ്ട്. അങ്ങേര് സൂപ്പറാക്കി, അങ്ങേര് കിടിലാക്കി. നമ്മുടെ വിശാഖ് നായർ, ആനന്ദം സിനിമയിലെ വെച്ച വിശാഖ് നായരില്ലേ, വിശാഖ് നായർ എൻ്റെ അപ്പോ അടിപൊളിയാക്കി. പിന്നെ 2 പെൺകുട്ടികളുണ്ട് വില്ലത്തികളായിട്ട്, അവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റംസാൻ ഡാൻസർ ഉണ്ടല്ലോ, റംസാൻ കിടിലായിട്ട് ചെയ്തു. ജഗദീഷ് സൂപ്പറായിട്ട് ചെയ്തു. ഇതിന്റെ സംവിധായകൻ ജിത്തു അഷറഫാണ്. ജിത്തു ജോസഫ്, ജിത്തു മാധവൻ എന്നൊക്കെ പറയണ പോലെ ജിത്തു അഷറഫും കൂടി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ജിത്തു അഷറഫിന്റെ ആ ഒരു ശ്രമം തെറ്റിയില്ല. ഓഫീസർ ആൻഡ് ഡ്യൂട്ടി കിടിലിനായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചിത്രമാണ്. നമുക്കൊരു പോലീസ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് പോകണം. വീണ്ടും പറയുന്ന തിരക്കഥയെ പറ്റി. തിരക്കഥ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കൈയടക്കമുള്ള തിരക്കഥ, സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ കണ്ണൂർ സ്ക്വാഡിന്റെ മേലെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോളേജ് നായകൻ, ചെത്ത് നായകൻ, ചോക്ലേറ്റ് നായകൻ, കോളേജ് കുമാരികളുടെ പ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞ ആ രീതികളിൽ നിന്നും കുറെ കാലമായിട്ട് കുഞ്ചാക്കോ ബോബൻ അങ്ങനെ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മൾ മറ്റേ എന്നാ താൻ കേസ് കൂടെ ആ സിനിമയിലെ കണ്ടല്ലേ, നായാട്ടിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി ഇത് കണ്ട. ഇതിൽ കിടിലൻ പോലീസ് ഓഫീസർ. എന്തായാലും പോലീസ് വേഷത്തിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഒരു നല്ലൊരു മികച്ച റോളാണ് ഇതില് സർക്കിൾ ഇൻസ്പെക്ടർ ഹരിശങ്കർ. സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്, കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ മൂവി ഒന്നും അല്ല കേട്ടോ, പക്ഷെ ആക്ഷനൊക്കെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ചമ്മൻ ചാക്കോയാണ്, അതും കിടിലനായിട്ട് എഡിറ്റിംഗ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പിന്നെ സിനിമോട്ടോഗ്രാഫി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. റോബി വർഗീസ് രാജാണ് അത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട്. മീനാക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഒരു നല്ല ചിത്രം ഉണ്ടാ. പോലീസ് സ്റ്റോറികളുടെ ഒരു തലതൊട്ടപ്പനായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റിയ കുഞ്ചാക്കോ ബോബന്റെ നല്ല മികച്ച ചിത്രം. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ. അതാണ് ഈ പടം. എൻ്റെ പൊന്നടവേ, പറഞ്ഞിട്ടും തീരണില്ല. സൂപ്പർ പടമാണ്, എനിക്കിഷ്ടമായി. നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ലഹരിക്ക് അടിമയാകുന്ന ഒട്ടനവധി കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് വീഴുകയാണ് ഓരോ പ്രശ്നങ്ങളിലായിട്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനവധിയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള സംഭവങ്ങളെയും സംഭവ വികാസങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ തുറന്ന് കാണിച്ചുകൊണ്ട് ഈ സിനിമയുമായിട്ട് നമ്മളവിടെ മുന്നോട്ട് പോകുമ്പോൾ ഈ സിനിമയിൽ നമ്മൾ അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള നല്ലൊരു സിനിമയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറ്റിയ നല്ല ചിത്രമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ് ഈ ചിത്രം. അടിപൊളിയാണ്. സൗണ്ടൊക്കെ അമ്മാതിരി സൗണ്ടും എഫക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു മികച്ച ചിത്രമാണ്. എന്തായാലും 2025 കുഞ്ചാക്കോ ബോബന്റെ സൂപ്പർ ഹിറ്റ് പടമാണിത്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.